11 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ലോകം സംപ്രേഷണം ചെയ്ത ഖത്തറിലേക്ക് പോയ ദിനേശിന്റെ കഥയുടെ പുനരാവർത്തനമാണ് ഇന്ന് വീണ്ടും പ്രവാസ ലോകത്തിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഒരുപക്ഷെ ദിനേശിന്റെ ഭാര്യ ബീനയോടുള്ള കടമ ഞങ്ങൾക്ക് അവസാനിക്കുന്നില്ല. അതാകാം ഈ കേസ് വീണ്ടും ഞങ്ങൾ എടുക്കാനുള്ള കാരണം. പണ്ട് ബീനയ്ക്ക് സപ്പോർട്ടായി ബീനയുടെ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ബീനയോടൊപ്പം ആ പിതാവില്ല. ഇന്ന് ബീനയ്ക്ക് ദിനേശൻ തിരികെ വരണം എന്നുള്ള ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ ഞങ്ങളോട് പറയുവാനുള്ളത്. പ്രവാസ ലോകത്തിലൂടെ നമുക്ക് ചോദിച്ചറിയാം ബീനയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ബീനയുടെ ആഗ്രഹത്തെക്കുറിച്ചും ഒക്കെ. നമ്മൾ പ്രക്ഷേപണം ചെയ്തതിന് ശേഷം ഒരു വിവരം ഉണ്ടായില്ലേ ദിനേശന്റെ? ഇല്ല സാറേ, നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഭാര്യ 3 മക്കളുണ്ടെന്ന് അറിയാൻ പറ്റിയത്. എവിടെ? ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂത്തുപറമ്പില ഇരിട്ടിയിലുണ്ട്. 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. ഇയാള് സ്വർണം പണം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിച്ചതാ. അതിപ്പോ വരണുണ്ട് അവിടെ? അയാളിപ്പം എവിടെയാ ഉള്ളതെന്ന് എനിക്ക് ഖത്തറിലുണ്ടോ അല്ലെ നാട്ടിൽ ഭാര്യന്റെ അടുത്ത് വന്നോന്ന് പറയാൻ പറ്റുന്നില്ല. നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു? ഒരു വിവരവും ഇല്ല. അന്നിവിടെ തരാറില്ല. അന്ന് വന്നതിന് ശേഷം യാതൊരു വിവരവും ഉണ്ടായില്ല. അയാൾ ഇവിടെ വരാറുണ്ടെന്നാ പറയണേ ഇരിട്ടിയില്, അല്ലേ? ഇരിട്ടിയിൽ അയാൾ ഇരിട്ടിയിലാണ് അയാൾ വരാറുണ്ടായിരിക്കാന്നാ തോന്നുന്നത്. അവിടെ വന്നിട്ടുണ്ടാവും, ഖത്തറിന്ന് നാട്ടിൽ ഉണ്ടായിരിക്കണം. എന്റെ സ്വർണം പണം ഒന്നും തന്നില്ല, ഒന്നും തന്നിട്ടില്ല. എല്ലാം കൊണ്ടുപോയി, ഒന്നും വെക്കാതെ. അന്നിവിടെ വരുന്ന സമയത്ത് അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ മരണപ്പെട്ടു പോയി. ഇപ്പൊ ഒരു 2 അനുജത്തിമാരുണ്ട്. 1 അനുജത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 അനുജത്തി മാനസിക രോഗി. എനിക്കാരുമില്ല. ഇത് ഒരു പ്രാവശ്യം പ്രക്ഷേപണം ചെയ്തതാണ്. ഇയാള് വളരെ നിരുത്തരവാദപരമായിട്ടാണ് ബീനയോട് പെരുമാറുന്നത് എന്ന ചതിയാന്ന് അയാൾ ചെയ്തത്, ചതി. പിന്നെ നമ്മൾ ഒരിക്കലും കൂടി ഇത് പ്രക്ഷേപണം ചെയ്യാം, പക്ഷെ എത്ര കണ്ട് റിസൾട്ട് ഉണ്ടാവും അറിയില്ല. ഈ ആള് ഒരു ഇതും ചെയ്യുന്നില്ല. ഇനി ചെയ്യേണ്ട നാട്ടുകാരാണ്. അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ, ഇരിട്ടിയിലോ മറ്റോ ഉള്ള ആളുകൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബീനയുടെ അവസ്ഥ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ബീന അത്രയും ഒരു പരിതാപകരമായ ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ കേസ് വീണ്ടും പ്രക്ഷേപണം ചെയ്യും, യാതൊരു സംശയമില്ല. ഈ പ്രവാസ ലോകം പ്രവർത്തകരോടും അതുപോലെ ഇരിട്ടിയിലൊക്കെ ഉള്ള ആളുകളോട്, ഇരിട്ടിയിൽ ഇദ്ദേഹത്തിന് ഒരു ഭാര്യയും 3 മക്കളും ഉണ്ടെന്നാണ് പറയുന്നത് ദിനേശ്. ഇവരുടെ പറയണ ഇവർക്ക് ഭർത്താവിനൊന്നും ഞാൻ ആവശ്യമില്ല, ഇവരുടെ കാശ് തിരിച്ചു കിട്ടിയാൽ മതി. ഇവരെ കുറെ പൈസ, ഭാര്യ 3 മക്കളുള്ള ഒരാളെ അവര് പിന്നെ തിരിച്ചു പിടിക്കുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരാള് അവരേന്ന് വാങ്ങിച്ച കാശെങ്കിലും കൊടുക്ക്. ഒരു കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം, ഇവർക്കാണെങ്കിൽ ഒരു തരത്തിലുള്ള ആരുടെ സഹായവും ഇല്ല. അങ്ങനെയുള്ള മനുഷ്യരെ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് അതാണ് എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. പെണ്ണായിരിക്കുന്ന ഒരു ആണാകും സാരില്ല, ഒരു പെണ്ണിനെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരിയാണ്, 100% ശരി. ബീനക്ക് വല്ല ജോലി ഉണ്ട്? അപ്പോ ഒരു ജോലിയില്ല. ആ മൊത്തം ജീവിതം ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ബീനയുടെ. അതുകൊണ്ട് പ്രവാസലോകം പ്രേക്ഷകർ ദോഹയിലുണ്ടോന്ന് സംശയമുണ്ട് എന്നാ പറയുന്നത്. ഇരിട്ടിയിൽ ഇയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന് പറയുന്നു. അതിലൊന്നും ഇപ്പൊ അവര് ഇനി ഇടപെടാനൊന്നും പോണില്ല. അവരേന്ന് എടുത്ത എന്ത് ചെയ്യാനാ? ഒന്നും ബീനക്കൊന്നും അതിൽ പരിഭവമില്ല. ബീന അത് ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ അവരുടെ പൈസ, അതുകൊണ്ടാണ് അവർ വീണ്ടും വരുന്നത്. കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹം എവിടെയോ ഉണ്ട് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ദിനേശ എന്തിനാ ഇത്? നിങ്ങൾ അവരുടെ പൈസ കൊടുക്കും. പാവല്ലേ അവരധ്വാനിച്ച് അവരച്ഛൻ ഉണ്ടാക്കി തന്ന പൈസയല്ലേ ഇത്? നിങ്ങൾക്ക് എന്താ അർഹതയുള്ളത്? ആ സ്ത്രീക്ക് കഴിയാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് 3 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു മനുഷ്യൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. പ്രവാസ ലോകത്തിന്റെ പ്രേക്ഷകരോ ദോഹയിലുള്ള ആളുകളോ ഇയാളെ കാണുകയാണെങ്കിൽ, ദിനേശനെ കാണുകയാണെങ്കിൽ, ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിയാവുന്ന ഉപദേശങ്ങൾ നൽകി അവർക്ക് ആ പൈസ വാങ്ങിച്ചു കൊടുക്കണം. ഇത്രയേ ഇപ്പോൾ ബീന ആവശ്യപ്പെടുന്നുള്ളൂ. മറ്റൊന്നും ഇപ്പോൾ നമുക്കിതിൽ പറയാനില്ല എന്നുള്ളത് കൊണ്ട് ബീന ഞങ്ങളെ കൊണ്ട് കട്ടാവുന്ന എല്ലാം ചെയ്യും.